സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഫീഖ് നൽകട്ടെ. പരലോകം ആഗ്രഹിച്ചുകൊണ്ട് മഹാന്മാര് ചെയ്തുകൂട്ടിയ സുഹൃതങ്ങള് ഞാൻ എണ്ണിപ്പറയുന്നില്ല. ആ സുഹൃതങ്ങളിലേക്ക് സഹോദരങ്ങളെ മുഴുവനും പ്രവേശിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മെ കൊണ്ട് ആവുന്ന സുഹൃതങ്ങൾ നാം ചെയ്യണം. മഹാന്മാര് പ്രവേശിച്ച ഒരുപാട് സുഹൃതങ്ങളുണ്ട്. ആ സുഹൃതങ്ങളിൽ പലതും നമുക്ക് നിർവഹിക്കാൻ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പറ്റൂല. പക്ഷേ പലതും നിർവഹിക്കാൻ നമുക്ക് പറ്റും. അവര് നിർവഹിച്ച വലിയൊരു സുഹൃതമാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. എന്നും അത് പതിവാക്കണം. അതുപോലെ തന്നെ നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും പതിവാക്കണം. എന്നും മഹാന്മാര് നിർവഹിച്ചിരുന്നൊരു സുഹൃതമാണ് രോഗസന്ദർശനം എന്ന് പറയുന്നത്. ആവുന്ന ആളുകളൊക്കെ എന്നും അത് നടത്തണം. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം, സാന്ത്വന പ്രവർത്തനം, കുടുംബ സ്നേഹവും കുടുംബ ബന്ധം പുലർത്തലും, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കലും, മിസ്കീന്മാർക്ക് ഒത്താശ ചെയ്യലും തുടങ്ങി ഒന്നിനും കഴിവില്ലാത്ത ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ പല മാർഗങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കലും, എന്തെങ്കിലും ഖൈറായ ആവശ്യങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മെ കൊണ്ട് കഴിയുന്ന നല്ലൊരു മാർഗം അതിലേക്ക് ഒരുക്കി കൊടുക്കലും, അതൊക്കെ പഴയകാലത്ത് മഹാന്മാര് ജീവിതത്തിൽ പാലിച്ചു വന്ന സുഹൃതങ്ങളാണ്. മരിക്കും വരെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ നട്ടപ്പാതിരാക്കി എഴുന്നേറ്റ് ചെയ്തിരുന്ന വലിയ സുഹൃതമാണ് പാവങ്ങളെ വീടുകളിലും കുടുംബങ്ങളിലും എത്തിയിട്ട് സഹായിക്കുക എന്നുള്ളത്. നമ്മളെ ഈ കാലഘട്ടത്തിലെ സൗകര്യം ഒന്നും വന്നില്ല. നമുക്കിന്ന് ഏതെങ്കിലും സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ലൈറ്റ് ഉണ്ട്, കയ്യിൽ ലൈറ്റ് ഉണ്ട്, വാഹനത്തിൽ ലൈറ്റ് ഉണ്ട്, ബന്ധപ്പെടാൻ മാർഗങ്ങളുണ്ട്, ഒക്കെ അല്ലേ. മാർഗങ്ങളൊക്കെ കുറവായ അന്ന് വലിയ സാന്ത്വന പ്രവർത്തനം, പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് എത്തിയിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന സേവനവും അങ്ങനെ തന്നെയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന സേവനവും അങ്ങനെയാണ്. സുഹൃതങ്ങളിലുള്ള സജീവത നമ്മൾ കുറക്കരുത്. ഓരോ ടൈമും നമുക്ക് വിലപ്പെട്ടതാണ്. ആ സമയങ്ങളിലൊക്കെ നമ്മെ കൊണ്ട് കഴിയുന്ന സുഹൃതങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ഓരോ ആയുഷ്കാലവും തിരിച്ചു വരാനുള്ളതല്ല, ഒക്കെ കഴിഞ്ഞു പോയതാണ്, ഇനിയും കഴിഞ്ഞു പോകാനുള്ളതാണ്. അപ്പോൾ ഉള്ളത് എത്ര ബാക്കിയുണ്ടോ നോക്കിയിട്ട് സുഹൃതങ്ങൾ ധാരാളം ചെയ്യുക. നന്മകൾ, വ്യക്തിപരമായിട്ടുള്ള നന്മകളും സാമൂഹ്യപരമായിട്ടുള്ള നന്മകളും രണ്ടും ചെയ്യണം. സഹോദരിമാരും ആ കൂട്ടത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇൽമു പഠിപ്പിച്ചിരുന്ന ഷാഫിമാവതങ്ങൾക്ക് ഇൽമു നൽകിയ ഉസ്താദത്താണ്. ഷാഫിമാവതങ്ങൾക്ക് ഇൽമു പകർന്നു കൊടുത്ത മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ. അത്രയും നല്ല പാണ്ഡിത്യമുള്ള ആ മഹദി ജീവിതത്തിൽ സുഹൃതങ്ങൾ ധാരാളം ചെയ്യുന്നതോടൊപ്പം ഏറ്റവും ഇഷ്ടം വെച്ചിരുന്ന കാര്യമാണ് പാവപ്പെട്ട ആളുകൾക്ക് സഹായങ്ങളും സംഭാവനകളും സ്വതക്കളും കൊടുക്കുക എന്നുള്ളത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനവറുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താ? ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഇഷ്ടം. ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം? ദുനിയാവിലെ ഹോബി എന്താണെന്ന്. അപ്പൊ ആരെങ്കിലൊക്കെ സ്വർണവും വെള്ളിയൊക്കെ കൊണ്ടുവരുമ്പോ അപ്പുറത്തുള്ള ഒരാളെ വിളിച്ചിട്ട് പറയും, ഭക്ഷ്യവസ്തു വാങ്ങിയിട്ട് വാന്ന് പറയും, പൊടിയോ ധാന്യോ വാങ്ങിയിട്ട് വരാൻ പറയും. മഹാനവറുകളുടെ ഹദറത്തിലൊന്നും 3 പാചകക്കാരവിടെ സ്ഥിരമായിട്ടുണ്ടാവും. 3 പാചകക്കാർ. അവർക്ക് ശമ്പളമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ഹദിയ വന്ന് കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് കൊടുക്കും, പിന്നെ ഒരാൾ കൊടുന്നു കൊടുക്കും, മറ്റേ കൊടുക്കും, പിന്നെ ഒരാൾ കൊടുന്നു കൊടുക്കും, മറ്റേ കൊടുക്കും. അങ്ങനെ നിശ്ചയ ശമ്പളമൊന്നുമില്ല. പക്ഷെ ആ കിട്ടുന്നോണ്ടോ ബർക്കത്തുണ്ടോ അവർ ജീവിക്കുന്നുണ്ട്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു 500 പേര് 600 പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആഴ്ചയിൽ 2, 3, 4 ദിവസം ഭക്ഷണ വിതരണമാണ് പരിപാടി. അവർക്ക് കിട്ടുന്ന ഹദിയകളിൽ അവർ ചെയ്യുന്ന ഏറ്റവും നല്ല തൃപ്തിയുള്ള കാര്യം അതായിരുന്നു. നമുക്ക് അല്ലാഹു തആല തരുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് ദീനിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പരിചയക്കാരിലും പാവപ്പെട്ട ആളുകളെ, ഏതെങ്കിലും ഒരാളെയോ നമുക്ക് പരിചയമുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ തുറന്നെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയുന്ന ആളുകളിലേക്ക്
ഒന്ന് റെക്കമെൻഡ് ചെയ്ത്, അങ്ങനെ ഉണ്ടല്ലോ, അതും ഒരു മാർഗമാണ്. നമ്മളെ കൊണ്ട് കഴിയില്ല, അപ്പൊ കഴിയുന്ന ആൾക്കാരെ ആ വിഷയത്തിലേക്കൊന്ന് നയിച്ച് അവരെ കൊണ്ട് അതിന് വഴി ഉണ്ടാക്കി കൊടുക്കുക, അതും നല്ല മാർഗമാണ്. നല്ല നല്ല മാർഗങ്ങൾ ആ രൂപത്തിലുള്ളത് ചെറുതും വലുതും വർദ്ധിപ്പിച്ചു ചെയ്യണം. ദിനേന അവർ ചെയ്തിരുന്ന ഇത്തരത്തിലുള്ള സുഹൃതങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സഹോദരങ്ങളെ കൊട്ടിയടക്കപ്പെടരുത്. കഴിവിന്റെ പരമാവധി അത്തരത്തിലുള്ള സുഹൃതങ്ങളൊക്കെ വലുതായി വരണം. അല്ലാഹു തആല സൂറത്തുൻ നബഇന്റെ അവസാനമായി പറയുന്നു, ഇന്നാ